എന്ത് പറ്റി? രാവിലെ എണീക്കുമ്പോൾ തന്നെ ബെഡിൽ നിന്ന് കാലെടുത്ത് താഴെ വെക്കുമ്പോൾ തന്നെ കാലിന് ഭയങ്കര വേദനകളുണ്ട്. അതുമല്ല അത് 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കാറുണ്ട്. കാലിൽ എവിടെയാണ് കൂടുതൽ? പൂറ്റിയുടെ ഭാഗത്തായിട്ടായിരുന്നു. അവിടെയാണ് കൂടുതൽ വരുന്നത് അല്ലേ? ഇപ്പൊ എത്ര നാളായി വേദന? കുറച്ച് നാളായിട്ടുണ്ട്. എന്താ ജോലി? എന്താ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. എത്ര നാളായിട്ട് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു? 1 വർഷം അടുപ്പിച്ചാണ്. 1 വർഷമായിട്ട്. ഇപ്പൊ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്? കൂടുതലും അങ്ങനെ പ്രത്യേകിച്ച് ഇതില്ല, ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വെയിറ്റ് എന്തെങ്കിലും കൂടിയതായിട്ട്? അങ്ങനെ 4 കിലോ അടുപ്പിച്ച് ഈയിടെയായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഷൂസ് അങ്ങനെ എന്താണ് ഡെയിലി ഷൂസ് ആണ്? ഹാർഡ് സോളുള്ള ഷൂസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ? ഇപ്പൊ ഇതെങ്ങനെയാണ് കൂടുതലും രാവിലെ 2 മണിക്കൂറോളം ഇത് നീണ്ടു നിൽക്കുന്ന റെസ്റ്റ് എടുത്താൽ മാറുന്നുണ്ടോ വേദന? മാറുന്നുണ്ടോ? ഇതിനായിട്ട് മെഡിസിൻസ് എന്തെങ്കിലും എടുത്തിരുന്നോ? ഇല്ല. അപ്പൊ ഇയാളുടെ ഈ ഒരു കംപ്ലൈന്റും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കണ്ടീഷനെ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേപോലെ അസഹനീയമായ വേദന കാൽപാദങ്ങളിൽ അനുഭവപ്പെടാറുണ്ടോ? എന്നാൽ ഈ ഒരു കണ്ടീഷനെ പറയുന്നതാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ്. എന്താണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ്? കാലിന്റെ പാദങ്ങളിൽ ഉണ്ടാവുന്ന പേശികളിൽ വരുന്ന നീർക്കെട്ടിനെയാണ് പറയുന്നത് പ്ലാന്റാർ ഫേഷ്യാറ്റിസ്. ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? കൂടുതലും ഇത് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തൊഴിൽ അടിസ്ഥാനമായി ഒരുപാട് നിൽക്കുക, അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്ത് നടക്കുക, അങ്ങനെ തൊഴിൽ ചെയ്യുന്നവർക്കും ഇതുണ്ടാവാം. ഭാരം കൂടുതൽ കാരണം വരാം. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് കാൽപാദങ്ങളിൽ ചെയ്യേണ്ട സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പുകൾ ധരിക്കുക. ഇതിൽ മരുന്നുകളിലും എക്സസൈസിലും മാറിയില്ലെങ്കിൽ പിന്നെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, സർജറി, PRP അല്ലെങ്കിൽ സ്റ്റെം സെൽ ഇഞ്ചക്ഷൻസ് ആണ് ഇതിന്റെ മെയിൻ ചികിത്സ എന്ന് പറയുന്നത്.